ഹായ് ഹലോ, വിബൂസ് വൈബ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ വെക്കുന്ന ട്രീയും ക്രിബും തന്നെയാണ് ഇക്കൊല്ലവും പൊടിയൊക്കെ തട്ടി തൂത്തെടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഇതിനിടയ്ക്ക് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അത് ഫ്ലോപ്പായി പോയി. ഈ തെന ഇങ്ങനെ മുളപ്പിക്കുക എന്നുള്ളത് അതൊരു പ്രത്യേക ഭംഗിയല്ലേ. ഇതിനിടയിൽ ഒരുപാട് ഫങ്ഷൻസ്, പ്രോഗ്രാംസ്, കാര്യങ്ങളൊക്കെ വന്നത് കാരണം ഞങ്ങൾക്ക് ആ തേനയൊന്നും മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതും കൂടി ആയിരുന്നെങ്കിൽ ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്തേനെ. അപ്പോൾ അത് ഞങ്ങൾ പതിയെ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ട്രീ ഒക്കെ ഒരുക്കി. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോയി പർച്ചേസ് കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. പിന്നെ വാവയും വെച്ചിട്ട് ഈ പർച്ചേസും കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ടൈം ആവുമ്പോൾ ഞങ്ങൾ ആ തട്ടുമ്പുറത്ത് വെച്ചേക്കുന്ന ഈ സാധനങ്ങളൊക്കെ സമയമാകുമ്പോൾ എടുക്കും. അതാ ചെയ്യുന്നത്. അപ്പോൾ 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആദ്യം ട്രീ ഒരുക്കുന്ന പരിപാടിയിലാണ്. ജീപ്പാണ് ആ വരാന്തയിൽ ഇരുന്നത്. അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ട്രീ ഒക്കെ അവിടെ വെച്ചു. കഴിഞ്ഞ കൊല്ലം ഇതെല്ലാം ദൂരെ മാറി നിന്ന് കണ്ട വിബുക്കുട്ടൻ ഇപ്രാവശ്യം എന്താ ചെയ്തതെന്നറിയാവോ? ക്രിസ്മസ് ട്രീയിൽ ഇരിക്കുന്ന സ്റ്റാർസ്, കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം പതിയെ ഓരോന്നായിട്ട് അടിച്ചു മാറ്റി അകത്ത് കൊണ്ടുവന്ന് അതിനെ റിപ്പയർ ചെയ്ത് വെളിയിലേക്ക് എറിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ക്രിസ്മസ് ട്രീയിൽ ഒരുപാട് അലങ്കാര സാധനങ്ങൾ ഉണ്ടായിരുന്നത് കംപ്ലീറ്റും കുറഞ്ഞു. പിന്നെ കുഞ്ഞല്ലേ എന്നോർത്തിട്ട് നമ്മൾ ഉള്ള ഐറ്റംസ് ഒക്കെ വെച്ച് തന്നെ ആ ട്രീയെ ഗംഭീരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ക്രിബിനകത്തുള്ള പ്രിസംസും കൂടി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്യൂട്ടിയും കൂടി അവസാനിക്കും. 24-ാം തീയതി 11:45 ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ് വേറൊരു കാര്യം കേട്ടോ. എന്നാലും എൻ്റെ മാക്സിമം എല്ലാ പ്രിസംസും അതിൻ്റെ ഒരു ഓർഡറിൽ തന്നെ വെച്ചേക്കുന്നതെന്നാണ് വിശ്വാസം. ഓർഡറിലല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ. വാവയൊന്ന് കരയാണ്ട് ഉറങ്ങിക്കിട്ടുന്ന ടൈമിൽ വേണം ഇതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട്. എല്ലാം 12 മണിക്ക് മുമ്പേ സെറ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. 12 മണി ആകുന്നതും കറക്റ്റായിട്ട് ഉണ്ണീശോയെ പുൽക്കൂട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് 12:05 അപ്പോൾ കറക്റ്റ് 12 മണി ആയി എന്നാണ്. ഞങ്ങളൊരു 5 മിനിറ്റ് ഫാസ്റ്റാക്കിയാണ് വെച്ചേക്കുന്നത് കേട്ടോ. കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അതേ ഉണ്ണീശോയെ വയ്ക്കാനായിട്ട് സമയമായി. ഞാൻ ഉണ്ണീശോയെ വയ്ക്കുവാന്നേ. കാലിത്തൊഴുത്തിൽ പിറന്നവനീ, കരുണ നിറഞ്ഞവനീ, കാലിത്തൊഴുത്തിൽ പിറന്നവനീ, കരുണ നിറഞ്ഞവനീ. ഒരുപാട് ദീർഘമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് 3-4 ദിവസത്തെ വീഡിയോസ് ചേർത്ത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ ക്രിബ്, ക്രിസ്മസ് ട്രീ, പിന്നെ ഞങ്ങളുടെ കുഞ്ഞു സാന്റ എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത്തവണത്തെ ക്രിസ്മസ് അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിച്ചു. അപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.